ഹലോ ഗൈസ്, ആരും സ്കിപ്പ് ചെയ്യില്ലേ? ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് എഡിറ്റിംഗ് ഫിനിഷാക്കിയ, അതുകൊണ്ട് ഒന്നും കൂടി കണ്ടു നോക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഞാനത് കണ്ടു നോക്കി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ലാസ്റ്റ് പാർട്ടിൽ അശ്വിനും ജീവയും കൂടെ സംസാരിക്കുന്ന ആ ഭാഗത്ത് BGM കുറച്ച് വോയിസ് കൂടിപ്പോയി. അതുകൊണ്ട് ഡയലോഗ്സ് ഒന്നും മര്യാദയ്ക്ക് കേൾക്കുന്നില്ല എന്ന്. പിന്നെ അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിൽ ആ ഒരു ഭാഗവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എപ്പിസോഡിലേക്ക് പോവാം. ഓപ്പണായി. ഷോ, എനിക്ക് വയ്യ, എൻ്റെ ഒരു ബുദ്ധി. ഈ ഗാലറി ഇതെവിടെ പോയി? ഇവിടെ ഉണ്ട്. ഇതിൽ ഫുള്ള് പഠിക്കേണ്ട എന്തൊക്കെയാണല്ലോ. ഇതിൻ്റെ ഇടയിൽ ആ വീഡിയോ ഇതാണോ? ഇതല്ല, ഇതുമല്ല. ചേടാ, ഇതെവിടെ പോയി? മോനെ ജീവ, ഒച്ച ഉണ്ടാക്കല്ലേ, പതുക്കെ പറയോ. അശ്വിൻ, നീ എന്താ ഇവിടെ? നിനക്കെന്തിനാടാ എൻ്റെ ഫോൺ? അത് സമയം നോക്കാൻ. അതെന്താ, നിന്റെ ഫോണിൽ ടൈം കാണിക്കില്ലേ? അല്ലെങ്കിലും സമയം നോക്കാൻ എന്തിനാ ഫോൺ? അതിന് നിന്റെ കയ്യിൽ വാച്ചില്ലേ? അത് ശരിയാണല്ലോ, ഞാനതങ്ങ് മറന്നുപോയി. നിന്റെ സമയം ഇപ്പൊ അത്ര ശരിയല്ല. ആണല്ലേ, എനിക്കും തോന്നി. എന്താല്ലേ അങ്ങനെ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് നിക്ക്. നീ ആമി പറഞ്ഞിട്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കാൻ വന്നല്ലേ? അല്ല. അല്ലേ? ചെറുതായിട്ട്. അത് നീ എത്ര തപ്പിയാലും കിട്ടൂല, കാരണം അങ്ങനെ ഒരു വീഡിയോ ഇതിലില്ല. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ഡിലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നീ പറയുന്നതല്ലേ? സത്യമാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് നീ കണ്ടായിരുന്നോ? ഇല്ല, അതാ ഞാനും ആലോചിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയിൽ നീ എപ്പോഴാ വീഡിയോ എടുത്തേ? അങ്ങനെ ഒരു വീഡിയോ ഇല്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നീ എന്തിനാ ആമീനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? അതെന്തിനാണെന്ന് നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. പിന്നെ ഇതെങ്ങാനും ആമിയോ അവളുടെ ഫ്രണ്ട്സോ അറിഞ്ഞാൽ? അവരെങ്ങനെ അറിയാൻ? അവനറിയില്ല. എന്നാ പോയിക്കോ. ക്ലാസ് കഴിഞ്ഞില്ലേ? നീ വരുന്നില്ലേ? നീ പോയിക്കോടാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് വരാം. ഓയ്, വീടെത്തി. ഇറങ്ങുന്നില്ലേ? എൻ്റെ വീട്ടിലേക്ക് വരാനാണോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ആർദ്ര, ഒന്നില്ലെങ്കിലും ഇവിടം വരെ കൊണ്ടുവിട്ടതല്ലേ? അതിന് എനിക്കൊന്നും തരുന്നില്ലേ? ഞാൻ വെറുതെ അറിഞ്ഞതാ, താൻ പോയിക്കോ. എന്താ മോളെ? നിനക്ക് അശ്വിനേട്ടനെ അറിയോ? അത് കണ്ടിട്ടുണ്ട് കോളേജിൽ നിന്ന്. എന്താ നീ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചേ? അതൊന്നുമല്ല, വെറുതെ. ആമി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോ വരാം. ഹലോ ഏട്ടാ. അല്ല, ഞാൻ ആമീനോട് സംസാരിക്കായിരുന്നു. ഇല്ല, പറഞ്ഞിട്ടില്ല. അത് പറയാൻ പോകുമ്പോഴേ ഏട്ടൻ വിളിച്ചേ. അവക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മൂഡൗട്ട്. ആണെന്ന് തോന്നുന്നു. അതൊന്നും കുഴപ്പമുണ്ടാവില്ല. ഏട്ടൻ അറിയില്ല അവന്. അവന്റെ കാര്യം ആലോചിച്ച് ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട. ഏട്ടൻ അത് വിട്. നിങ്ങളിങ്ങനെ കമ്പനിയും തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് എൻ്റെ ഫ്യൂച്ചർ ഏട്ടത്തിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. പാവൻ്റെ ഏട്ടത്തി. നോക്കിക്കോ, ഇങ്ങനെ പോയാ ഏട്ടത്തിനെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും. എൻ്റെ ഏട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അങ്ങനെ നമ്മുടെ ഏട്ടത്തി പോവൂ. പിന്നെ ടൈം കിട്ടുമ്പോൾ ആമീനെയും കൂടെ ഒന്ന് വിളിച്ചേക്ക്. ഏട്ടൻ അവളെ വേണ്ട, അവളെ മറന്നു എന്നൊക്കെയാ അവള് പറയുന്നത്. ശരി. എന്റെ കഴുത്ത്. ഈ അസൈൻമെന്റ് ഒക്കെ കണ്ടുപിടിച്ചത് ഏതവനാണാവോ? അവൻ എന്റെ കയ്യിൽ കിട്ടിയ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസ് ആക്കി എന്റെ ടാനിക്ക് കുടിക്കാൻ കൊടുക്കുന്നു. വേണ്ട, എന്തിനാ വെറുതെ അതിന് ഫുഡ് പോയ്സൺ എടുപ്പിക്കുന്നത്? പാവണ്ടാനി. ഞാൻ വിഷയത്തീന്ന് തന്നെ മാറുന്നു. ആമി,
എന്താടാ ഏട്ടാ? എന്തായി നിന്റെ അസൈൻമെന്റ്? ആ, ഏകദേശം കഴിയാറായി. എന്നാലും കുറച്ചും കൂടെ ഉണ്ട്. ഓ, എന്നാ ബാക്കി രാവിലെ എഴുതാം. നീ പോയി കിടന്നു. ഏട്ടാ, ഓ, എന്തോ? നീയും ആകാശേട്ടനൊക്കെ കല്യാണം കഴിച്ചു പോയാ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ? എടി മണ്ടി, അതിന് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? കല്യാണം കഴിക്കുന്ന പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ ചെയ്യാ. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. എന്നാലും എൻ്റെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ പിരിയില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരിക്കലും പിരിയാൻ പോകുന്നില്ല. ആകാശേട്ടനില്ലെങ്കിലും എൻ്റെ അനിയത്തിൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും. നമ്മൾ ഒരിക്കലും പിരിയില്ല. ശരിക്കും? പിന്നല്ലാതെ. ഓ, എൻ്റെ കണ്ണേട്ടൻ മുത്താണ്. ഇപ്പം എൻ്റെ കുഞ്ഞനിയത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ പോയി കിടന്നുറങ്ങ്. രാവിലെ കോളേജിൽ പോണ്ടേ? ഞാനെന്തിനാ ഇന്ന് ഇത്ര നേരത്തെ വന്നേ? കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. ഇനി അവര് വരുന്നത് വരെ ഇവിടെ ബോർ അടിച്ചിരിക്കണല്ലോ. ഏയ്, അതിന്റെ ആവശ്യമില്ല. നിനക്ക് കമ്പനിക്കാരൻ ഇവിടെ ഞാനില്ലേ? ആ, സ്റ്റെല്ല? കോളേജ് ഡേറ്റിന്റെ കീ നിന്റെ കയ്യിലായിരുന്നു? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇത്ര നേരത്തെ വന്ന് ഇവിടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് ചോദിച്ചതാ. ഓഹോ, അപ്പൊ നീയോ? നീ എന്തിനാ ഇപ്പോഴേ വന്നേ? ഞാൻ എന്റെ കസിന്റെ വീട്ടിലായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഫസ്റ്റ് ബസ് ഈ ടൈമിൽ ഇവിടെ എത്താം. അത് കഴിഞ്ഞിട്ടുള്ള ബസ്സിന് വെയിറ്റ് ചെയ്താ ഫസ്റ്റ് വീട് കഴിഞ്ഞാലേ ഇവിടെ എത്തുള്ളൂ. ഓഹോ, അങ്ങനെ. അവര് വരാൻ ഇനി ടൈം എടുക്കില്ലേ? ഇവിടെ നിൽക്കുന്നോ അതോ ക്ലാസ്സിൽ പോന്നോ? നീ അസൈൻമെന്റ് എഴുതി കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. അത് ശരി. എന്നിട്ടാണോ ഇങ്ങനെ നിക്കുന്നേ? നീ ഇങ്ങ് വന്നേ, എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്, അതൊന്ന് പറഞ്ഞതാ. ആ, ശരി, വാ ക്യാൻറ്റീനിൽ പോവാം. അവിടെ നിന്ന് പറഞ്ഞുതരാം. എന്താ മോളെ ഇത്? നീ ചെയർമാനെ നിന്റെ ഡ്രൈവറായിട്ട് നിയമിച്ചാ? ഒന്ന് പോടാ, അങ്ങനെയൊന്നുമല്ല. കണ്ണാടിന് എന്നെ എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ബസ്സിൽ വരാമെന്ന് വിചാരിച്ച് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അശ്വിനേട്ട വന്ന് കാറി കയറാൻ പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞതാ. പിന്നെ കാറെ നിർബന്ധിച്ചപ്പോൾ എന്തിനാ വെറുതെ ബസ് ടിക്കറ്റ് എടുത്ത് പൈസ കളയുന്നേന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇനി അശ്വിനേട്ടൻ്റെ കാറിലേക്ക് വന്നു. അത് ശരി. എന്നിട്ടാ സേവ് ചെയ്ത 20 റുപ്പീസ് കൊണ്ട് നീ കൂൾ ബാർ തുടങ്ങാൻ പോക്കാണോ? ഏയ്, ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. നീ വാ, നിനക്ക് ഞാൻ ക്യാൻറ്റീനിന്ന് 5ന്റെ 5 സ്റ്റാർ വാങ്ങി തരാം. ഓ, എച്ചി. എന്ത്? ഒന്നുമില്ല. നിനക്ക് എന്ത് നല്ല മനസ്സാണെന്ന് പറയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. അതങ്ങനെയൊന്നും അല്ലടാ. നീ അല്ലേ ഇങ്ങനെയാണെന്ന് പറഞ്ഞ്? ഓ, ഇവനെ കൊണ്ട്. ആഹാ, നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? എന്താണ് ഇന്നിത്ര നേരത്തെ? ആരാണ് വെറൈറ്റി ആഗ്രഹിക്കാത്തത്? ആ, അതെ അതെ. ഗൈസ്, നിങ്ങൾക്ക് 5 സ്റ്റാർ വേണോ? അതെന്താ ഇപ്പൊ 5 സ്റ്റാർ ഒക്കെ വാങ്ങി തരാൻ? അവളൊരു 20 റുപ്പീസ് സേവ് ചെയ്തു. ആ സേവ് ചെയ്ത പൈസ കൊണ്ട് വാങ്ങുന്നതാ. ഓഹോ, അത് ശരി. എങ്ങനെ സേവ് ചെയ്തേന്ന് അറിയണ്ടേ? എങ്ങനെയാ? ഇവിടെ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വന്നേന്നറിയോ? കാലുകൊണ്ട്. ഓ, ചളി. കണ്ണേട്ടന്റെ കാറിലല്ലേ ഇവിടെ എല്ലാ ദിവസം വരാറ്? അതെ, പക്ഷെ ഇന്ന് കണ്ണേട്ടൻ ബിസി ആയിരുന്നു. അതുകൊണ്ട് കണ്ണേട്ടന്റെ കൂടെ അല്ല ഇവിടെ വന്നത്. എന്നാ പിന്നെ ബസ്സിലായിരിക്കും. അല്ല, ബസ്സിൽ കൊടുക്കാനുള്ള പൈസ സേവ് ചെയ്തിട്ടാ ഇപ്പൊ 5 സ്റ്റാർ വാങ്ങിയേ. ഓഹോ, അപ്പൊ പിന്നെ എങ്ങനെയാ? വേറെ എങ്ങനെ വരാൻ? ചെയർമാന്റെ കാറിൽ. ആരുടെ? അശ്വിൻ ചേട്ടന്റെയോ? അല്ലാതെ പിന്നെ ഇവിടെ വേറെ ഏതെങ്കിലും ചെയർമാൻ ഉണ്ടോ? ശരിക്കും? അതെന്നെ. ഇവിടെ സംതിങ് എന്തൊക്കെയോ നടക്കുന്നില്ലേ എന്നൊരു ഡൗട്ട്. എന്ത് നടക്കാൻ? അശ്വിൻ ചേട്ടന് ഇവളോട് എന്തോ ഇല്ലേ? എനിക്കങ്ങനെ തോന്നി. നിങ്ങൾക്ക് തോന്നിയോ? എന്ത്? ഡി മണ്ടി, ചെയർമാന് നിന്നെ ഇഷ്ടാണെന്ന്. ഒന്ന് പോയി. അങ്ങനെയൊന്നും ഇല്ല. അല്ലേലും എനിക്കിട്ട് എങ്ങനെ പണി തരണമെന്ന് ആലോചിച്ച് നടക്കുന്ന അവൻ എന്നെ ഇഷ്ടാണെന്ന് നടന്നത് തന്നെ. അങ്ങനെ പറഞ്ഞത് തള്ളിക്കളയില്ലേ? ചിലപ്പുണ്ടാകും. ഈ ഡ്രാമയിലൊക്കെ കാണില്ലേ, അതുപോലെ. നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നേ? ഞാൻ അവനെ അല്ല ഏട്ടനെ തിരിച്ച് ഇഷ്ടപ്പെടണമെന്നാണോ? അങ്ങനെയല്ല. അവൻ സീരിയസ് ആണോന്ന് നമുക്കറിയില്ലല്ലോ. അതറിഞ്ഞിട്ട് മതി. അത് മാത്രല്ല, നമ്മുടെ ഗസ് കറക്റ്റ് ആവണമെന്നില്ലല്ലോ. ചിലപ്പോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലോ?
അതും കൂടെ കണ്ടുപിടിക്കണ്ടേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ചേട്ടനെ സീക്രട്ട് ആയിട്ട് വാച്ച് ചെയ്യാം. വെറും 3 ദിവസത്തിനുള്ളിൽ ഞാൻ കണ്ടുപിടിക്കാം അശ്വിൻ ചേട്ടന് നമ്മുടെ ആമീനെ ഇഷ്ടാണോന്ന്. അയ്യോ അത് വേണ്ട, നീ ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യണ്ട. അത് തന്നെ, യു ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. ഓ ആയിക്കോട്ടെ. അല്ലടാ ഫെലി, നീ ഇന്നലെ ഒരു ചെക്കനോട് ഭയങ്കര സംസാരമായിരുന്നല്ലോ, ആരാടാ അത്? അത് എടാ, ക്ലാസ് തുടങ്ങുന്ന ടൈമായി, നിങ്ങൾ വന്നേ, വേഗം ക്ലാസ്സിൽ പോവാം. നീ കാരണമാണ്, എല്ലാത്തിനും കാരണം നീയാ. ഷടാ, ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ അല്ലേടാ അശ്വിന്റെ അസൈൻമെന്റ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചേ? അത് അവനെ കൊണ്ട് ക്ലബിൽ വരുത്താനല്ലേ, അത് ഞാൻ തിരിച്ചും കൊടുത്താണല്ലോ, പിന്നെന്താ? ആ നീ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് പുറത്തായേ? ഷടാ, ഞാൻ അറിഞ്ഞോ ഇങ്ങനെയൊക്കെ ആവുന്ന്. ഇനി പറഞ്ഞിട്ടെന്താ? അത് തന്നെ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നീ ക്യാൻറ്റീനിൽ പോയി 2 പപ്സ് വാങ്ങിട്ടോ. ജീവ, ഹാ, നിങ്ങളോ? നിങ്ങൾക്ക് ക്ലാസ് ഒന്നുമില്ലേ? ക്ലാസ് കയറുന്നില്ലേ? ഈ പീരീഡ് ഫ്രീയാ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്റർവെൽ അല്ലേ, പിന്നെ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് ക്ലാസ്സിലിരിക്കുന്നു ആരുമില്ലാണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി. അല്ല നീ എന്താ ഇവിടെ? നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് ഇല്ലേ? ഇത് ക്ലാസ് ടൈം അല്ലേ? ആ ക്ലാസ് ടൈം ഒക്കെ തന്നെ, പക്ഷെ ഞങ്ങളെ ചെറുതായിട്ടൊന്ന് ഗെറ്റ് ഔട്ട് അടിച്ച്. ആ, ചേട്ടനുണ്ടായിരുന്നു. ചേട്ടന്റെ പേര് അഖിൽ എന്നല്ലേ? ആ അതെ. പിന്നെ എന്നെ ഇങ്ങനെ ചേട്ടാന്നൊന്നും വിളിക്കണമെന്നില്ല, ജീവനെ പോലെ തന്നെ ഉണ്ടാ മതി എന്നെ. ആ ഓക്കെ. ആ ബാക്കി പറ, എന്തിനാ ഗെറ്റ് ഔട്ട് അടിച്ചേ? ദേ നിൽക്കുന്നു ഇവൻ കാരണം. ജീവയോ? ഇവൻ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല. ആ അതെ അതെ, ഇവനൊന്നും ചെയ്തിട്ടില്ല. അശ്വിന്റെ അസൈൻമെന്റ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചത് പിന്നെ ഞാനാണല്ലോ. അസൈൻമെന്റോ? ആ തേങ്ങ നിങ്ങൾക്കും ഉണ്ടോ? പിന്നെ ഇല്ലാതെ. അശ്വിനേട്ടന്റെ അസൈൻമെന്റ് അല്ലേ ഒളിപ്പിച്ചു വെച്ചേ, അപ്പൊ ആ ചേട്ടനെയല്ലേ പുറത്താക്കണ്ടേ? എന്തിനാ നിങ്ങളെ പുറത്താക്കിയേ? അവനെ പുറത്താക്കില്ല, കാരണം അവന്റെ അസൈൻമെന്റ് അന്ന് തന്നെ ഇവൻ തിരിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് അവൻ അസൈൻമെന്റ് എഴുതി തരാന്ന് പറഞ്ഞു. സാധാരണ അങ്ങോട്ട് പോയി അസൈൻമെന്റ് എഴുതി തരുമോ ചോദിച്ചാൽ ജാട ഇടുന്ന അവൻ ഇങ്ങോട്ട് വന്ന് അസൈൻമെന്റ് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സംശയിച്ചില്ലടാ, അതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. അവന്റെ വാക്കും വിശ്വസിച്ച് ഞങ്ങൾ അസൈൻമെന്റ് എഴുതിയില്ല. അവസാന നിമിഷം അവൻ കൈയൊഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്തുപോയി. ആ ബെസ്റ്റ്. ഒരാളും കൂടെ ഉണ്ടല്ലോ. ആര്? അതുലാണോ? അവനൊരു ജൂനിയർ അശ്വിനാണ്, അതുകൊണ്ട് ഇങ്ങനെയുള്ള പണിയിലൊന്നും അവൻ ചെന്ന് ചാടിക്കൊടുക്കില്ല. ആ, അവന് ബുദ്ധിയുണ്ട്. ബാക്കിയുള്ള 2 എണ്ണം ഇവിടെ പോയി. സ്റ്റെല്ല ക്ലാസ്സിലുണ്ട്, എന്തൊക്കെ എഴുതാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോ അവളോ? ആ കാന്താരി? അവൾ എവിടെയാണെന്ന് അവൾക്ക് മാത്രം അറിയാം. ഏയ് അങ്ങനെയല്ല, ഇപ്പൊ കുറച്ച് നാളായിട്ട് അവൾ എവിടെയാണെന്ന് അശ്വിനേട്ടനും അറിയാം. ആമി എവിടെ പോയാലും അവിടെ അശ്വിനേട്ടൻ ഉണ്ടാവും. നീലാകാശപ്പേലി വിരിക്കും പച്ചത്തെങ്ങോല, തെളിഞ്ഞ മഞ്ഞ പൂഞ്ചിറകാകെ ചുവന്ന റോസാപ്പൂ. ഈ റോസിനെന്താ റോസ് എന്ന് പേര് വന്നേ? ചുവപ്പും മഞ്ഞയും ഓറഞ്ചും ഒക്കെ കളറിലുണ്ടല്ലോ, എന്നിട്ടും പേര് റോസ. അതെന്താ അങ്ങനെ? ഞാനിതെന്തൊക്കെയാ പറയുന്നേ? രോഹിത് അങ്ങോട്ട് നോക്ക്. എന്നാലും ഞാൻ എന്തിനിപ്പൊ ഇങ്ങോട്ട് വന്നേ? ഓ, ഇനിയിപ്പൊ തിരിച്ചു പോണല്ലോ. എന്നാലും എന്തിനാ വന്നേ? ജസ്റ്റ് നീ ഇവിടെ നിൽക്കേ, ഞാനിപ്പോ വരാം. നീ ഇതെങ്ങോട്ടാ? അവളുടെ കൂടെ ഇപ്പൊ ആരുമില്ല, ഏതാണ് എനിക്ക് പറ്റിയ ടൈം. ആ ബെസ്റ്റ്, നീ അങ്ങോട്ടേക്കൊന്ന് നോക്ക്. ഇവന് വരാൻ വേണ്ട ടൈം, ഇവനെ ഞാൻ ഇന്ന്. ഡാ നീ ഇതെങ്ങോട്ടാ? മുനി രോഹിത്തെ വേണ്ട, നിനക്കവനെ അറിയാലോ. 2 ആഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് എണീക്കാൻ പറ്റില്ല, എക്സാം വരുക, നീ പണി വാങ്ങിത്തരില്ലേ? ഡാമിറ്റ്, കഴിഞ്ഞ വർഷം അവൻ ആ ആദർശായിരുന്നു, അവൻ പോയപ്പോ ദേ ഇവൾക്ക് കാവലവൻ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. അതാ പറഞ്ഞേ അവളുടെ പുറകെ പോയിട്ട് കാര്യമില്ലാന്ന്. അങ്ങനെയല്ല, ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ എനിക്കറിയാം. പക്ഷെ അതിനു മുൻപ് ഇവന്മാര് 2 പേരുടെ കാര്യത്തിൽ എനിക്ക് തീരുമാനം ഉണ്ടാക്കണം. അതിനുള്ള വഴി എന്റെ കയ്യിലുണ്ട്. എന്താടാ? ഇവള് തന്നെ, ആർദ്ര. ഇവളാണ് എന്റെ ആയുധം. ഇവളെ തൊട്ടാ 2നും അത് കൊള്ളും. സോ ഒരു വെടിക്ക് 2 അല്ല 3 പക്ഷി. ആ വെടി അവസാനം നിന്റെ നെഞ്ചത്തേക്ക് തന്നെ തിരിച്ച് കേറാതെ നോക്കിക്കോ. ഏട്ടനാണോ? എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? നീ എന്തിനാ ഈ ആവശ്യമില്ലാതെ കിടന്ന് പേടിക്കാൻ നിൽക്കുന്നേ? അല്ലേലും ഇവിടെ ഈ അശ്വിന്റെ പെണ്ണിനെ പേടിപ്പിക്കാൻ മാത്രം ആർക്കാ അത്ര ധൈര്യം? എന്താ കേട്ടില്ലേ? വേണമെങ്കിൽ ഞാൻ ഒന്നൂടെ പറയാം, വേണോ? അതേട്ടാ. ഓ
എന്തോ? ഏട്ടാ വിട്, എനിക്ക് പോണം. ഇത്ര നേരമില്ലാത്ത തിരക്കാണോ നിനക്കിപ്പോ? ഏട്ടാ വെറുതെ കളിക്കല്ലേ, എന്നെ വിട്ടേ. കളിക്കാനോ? നിനക്ക് അങ്ങനെയാണോ ആർദ്ര തോന്നുന്നത്? അശ്വിനേട്ടാ. ആർദ്ര പറ, നിനക്ക് അങ്ങനെയാണോ തോന്നുന്നേ? ആ നൈനി പറ. ആമി വന്നല്ലോ. നീ ഇത് എവിടെയായിരുന്നു? അങ്ങനൊന്നുമില്ല, വെറുതെ എങ്ങോട്ടെങ്കിലൊക്കെ പോവാന്ന് വിചാരിച്ചിങ്ങനെ ഇറങ്ങിയതാ. ആഹാ, അശ്വിനേട്ടനും വന്നല്ലോ. ഡാ, എന്നാലും നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഇത് വല്ലാത്ത പണിയായിപ്പോയി. അത് നീ ചോദിച്ചു വാങ്ങിയതല്ലേ മോനെ? ആ അത് തന്നെ. ഇനി മാധുരി കുരുട്ട് ബുദ്ധിയായിട്ട് എൻ്റെ അടുത്ത് വരാൻ നിൽക്കരുത്. എന്നാ പിന്നെ ഞങ്ങള് പോട്ടെ, ഇന്റർവെൽ ടൈം കഴിയാറായില്ലേ. ഇപ്പൊ ഇനി പോയില്ലെങ്കിൽ അയാള് ഞങ്ങളെ വെച്ചേക്കില്ല. ഫെലി, ആമി വാ. ആടാ വരുവാ. ഫെലിക്സ് അവിടെ നിൽക്കേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വയ്ക്കോ, ഇവനെ ഞാനിപ്പോൾ വിട്ടേക്കാം. എന്താ ഏട്ടാ? ഡാ, ആമീനെ അധികം അങ്ങനെ ഒറ്റയ്ക്ക് എങ്ങോട്ടും വിടണ്ട. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും അവളുടെ കൂടെ വേണം. അതെന്താ ഇപ്പൊ അങ്ങനെ പറയാൻ? ഡാ അതെന്താണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അവളത്ര സേഫ് അല്ല, നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. സ്റ്റെല്ല മോളെ, നീയും ഏട്ടനും തമ്മിലുള്ള പ്രശ്നമൊക്കെ സോൾവ് ആയില്ലേ? ഡി, ശരിക്കും എന്തായിരുന്നു പ്രശ്നം? സത്യം പറഞ്ഞ അതെനിക്കും അറിയില്ല. ആ ബെസ്റ്റ്, പാവന്റെ ഏട്ടൻ. പിന്നെ ഭയങ്കര പാവല്ലേ? അതെന്താടി അങ്ങനെ ഒരു ഡോക്ക്? വേണ്ട വേണ്ട, എന്റെ ഏട്ടനെ വെച്ച് കളിക്കണ്ട. ആമി, നീ നാളെ വരുന്നില്ലേ? ആടാ, ഞാൻ വരാം. എങ്ങോട്ട് വരാന്ന്? അത് ശരിയാ, എങ്ങോട്ടാടാ പോകുന്നത്? അത് ശരി, പിന്നെ എന്താറിഞ്ഞിട്ടാ മോള് വരാന്ന് പറഞ്ഞ്? അത് പിന്നെ പെട്ടെന്ന് ആ ഒരു ഫ്ലോയ്ക്കങ്ങ് അറിയാതെ പറഞ്ഞതാ. എങ്ങോട്ടാടാ പോകുന്നത്? ഡി, നാളെ ക്ലാസ് ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ അലമ്പാക്കാനാണോ? ആ അങ്ങനെ എങ്ങാനാണെങ്കിൽ നിങ്ങൾ പോയാൽ മതി, ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ. അങ്ങനൊന്നല്ല, അത് കഴിഞ്ഞ കാര്യല്ലേ, ഇനി എങ്ങനെ ഉണ്ടാവില്ല, സത്യം. ഗായ്സ്, അതെന്താ സംഭവം? അത് ഞങ്ങൾ കഴിഞ്ഞ വർഷം, അതായത് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ടൈം ഇതുപോലെ ഒന്ന് കറങ്ങാൻ പോയി. എന്നിട്ട് ഭയങ്കര അലമ്പായിരുന്നു. തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയാം. അതെന്താ? അത് കുറച്ച് വലിയ കഥയാ. മോർണിംഗ് വാ, മോനി ചേട്ടൻ പറഞ്ഞുതരാം. ആ അവര് പോയി, ഇനി നമ്മളെന്തിനാ നിൽക്കുന്നേ? നമുക്ക് പോവാം. നീ ഇവിടെ നിൽക്കേ, എന്റെ ഫോൺ ക്യാൻഡില്ല, ഞാൻ അത് പോയി എടുത്തിട്ട് വരാം. ഡി, നമ്മുടെ ചെയർമാൻ ഇല്ലേ, അശ്വിനേട്ടനല്ലേ? ആടി, ആ ചേട്ടൻ തന്നെ. ആ ചേട്ടന് കാണാൻ നല്ല ലുക്കില്ലേ? എന്താണ് മോളെ, ക്രഷ് അടിച്ചോ? അങ്ങനെ പറയാനായോന്നറിയില്ല, ബട്ട് നൈസ് ക്യാരക്ടർ അല്ലേ? എല്ലാവരോടും എന്ത് നല്ല പെരുമാറ്റ. എനിക്ക് അജന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ, ബാക്കി എല്ലാവരുടെയും മുന്നിൽ പ്യുവർ ഏഞ്ചൽ, എന്റെ മുന്നിലാണെങ്കിൽ ഡെവിലും. ആ ചേട്ടനെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഒരു ഭാഗ്യം അല്ലേടി? ആ ഭാഗ്യം വേണമെങ്കിൽ നിനക്ക് കിട്ടും, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആഹാ, ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നു. വാ പോ. എന്താ? വീട്ടിൽ പോണ്ടേ? വാ. കണ്ണ, നീ എപ്പോഴാ ലണ്ടനിലേക്ക് പോന്നേ? അടുത്ത മാസം പോവാന്നായിരുന്നു ആദ്യം പറഞ്ഞ്, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള മാസേ പോകുന്നുള്ളൂ. അമ്മേ. എന്താടി? നാളെ ക്ലാസ് ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തു പോയാലോ എന്ന് ആലോചിക്കാം. പോയിക്കോട്ടെ? പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ പോയതുപോലെ തന്നെ തിരിച്ചു വരണം. ആഹാ ബെസ്റ്റ്. ആ ആദ്യത്തിൻ്റെ ഒക്കെ കൂടെയല്ലേ പോന്നേ, പോയതുപോലെ തന്നെ തിരിച്ചു വന്നാലായി. അങ്ങനൊന്നുമില്ല, ഞങ്ങൾ അങ്ങ് പോയതുപോലെ തന്നെ തിരിച്ചു വന്നോളാം, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, സത്യം. എങ്ങോട്ടാ കറങ്ങാൻ പോന്നേ? അങ്ങനെയൊന്നുമില്ല, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും. എന്താ? ഒന്നുമില്ല, വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. അമ്മ, എനിക്ക് വിശക്കുന്നു, എന്തേലും കഴിക്കാന്തോ? ആടി, ഇപ്പൊ തരാം. കണ്ണാ, നിനക്കൊന്നും വേണ്ടേ? ഇപ്പൊ വേണ്ട അമ്മ, ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ റൂമിൽ പോവാണേ, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. ഹലോ ഡാ അച്ചു. എത്ര പെട്ടെന്നല്ലേ ടൈം പോയേ. ആടാ സത്യം,
ക്ലാസ്സിലെങ്ങാനാണെങ്കിൽ അരമണിക്കൂർ ഒരു ദിവസം പോലെ തോന്നുന്നേ. ഇതിപ്പോ ഒരു ദിവസം അരമണിക്കൂർ പോലെ എനിക്കിപ്പോ തോന്നുന്നത്. ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. ഇനി എന്ത് പരിപാടി? നേരെ വീട്ടിൽ പോവാ, സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാം. ഭയങ്കര ക്ഷീണം. ഓയ് ആർദ്ര, എവിടെയോ കേട്ട് മറന്നതുപോലെ നല്ല പരിചിതമായ ശബ്ദം. അശ്വനേട്ടൻ. ഫെലി, ഈ ചേട്ടന് വല്ല ദിവ്യദൃഷ്ടി ഉണ്ടോടാ? നിനക്കും തോന്നിയല്ലേ? എനിക്കും അങ്ങനെ തോന്നാതില്ലാതില്ല. ചെറുപ്പുണ്ടാവണം, അതുകൊണ്ടായിരിക്കും ആമി എവിടെ പോയാലും അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അത് ശരിയാ. നിങ്ങളുടെ കറക്കമൊക്കെ കഴിഞ്ഞില്ലേ? ആ ചേട്ടാ, കഴിഞ്ഞു. ഓ ആണോ? എന്നാ പിന്നെ ഇവിടെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ആ അതിനെന്താ, ചേട്ടൻ കൊണ്ടുപോയിക്കോ. ഡാ ഫെലി. ഞാൻ ഈ നാട്ടുകാരനല്ലേ. ആ അപ്പൊ ഫെലിക്സിന് പ്രശ്നമില്ല. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫെലിക്സിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കെന്ത്? ഒന്നുമില്ല, ചേട്ടൻ കൊണ്ടുപോയിക്കോ. സ്റ്റെല്ല, തനിക്കോ? ഏട്ടന്റെ കൂടെയല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ അപ്പൊ അതും ഓക്കെ. ആർദ്ര, അപ്പൊ എങ്ങനെ പോവല്ലേ? ആഹാ, അത് ശരി. ഇവരുടെ പെർമിഷൻ മതിയോ? എന്റെ പെർമിഷൻ വേണ്ടേ? ഞാൻ വരുന്നില്ലെങ്കിലോ? നീ വരും. ഇല്ല, ഞാൻ വരില്ല. ഓഹോ, അപ്പൊ വരില്ല അല്ലേ? ഫോൺ, വീഡിയോ. അയ്യോ അശ്വനേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ചേട്ടൻ അതപ്പോഴത്തേക്ക് സീരിയസ് ആക്കിയോ? ഈ ചേട്ടന്റെ ഒരു കാര്യം. ഞാൻ വരാം, വാ നമുക്ക് പോവാം. ആ അങ്ങനെ വഴിക്ക് വാ. നാളെ ആവട്ടെ, നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. അശ്വനേട്ടാ, ഇന്നലെ എനിക്കെന്താ പറയണ്ടേന്ന് അറിയില്ലായിരുന്നു. ഞാൻ പെട്ടെന്നായൊരു ഷോക്കിൽ, അതാ ഞാൻ അങ്ങനെയൊക്കെ. സോറി. താനിതെന്തൊക്കെയാ പറയുന്നേ? സോറി എന്തിനാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനത് അങ്ങനെ സീരിയസ് ആക്കിയിട്ടൊന്നുമില്ല. പിന്നെ താൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് ഞാൻ അങ്ങ് വിട്ടുകളയെന്ന് വിചാരിച്ചോ? ഒന്നുമില്ലെങ്കിലും ഞാൻ ആദ്യമായിട്ട് കിസ് ചെയ്ത പെണ്ണല്ലേ താൻ. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? അത് ഏട്ടാ. ആർദ്ര, താനിങ്ങനെ പാനിക് ആവല്ലേ. ഞാൻ തന്നെ പിടിച്ച് വിഴുങ്ങുമൊന്നുമില്ല. റിലാക്സ് ആവ്, ഇങ്ങനെ പേടിക്കല്ലേ. പിന്നെ ഞാൻ തന്നെ ഫോഴ്സ് ചെയ്യില്ല. അതെന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫോഴ്സ് ചെയ്യില്ല ഞാൻ. താൻ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. അശ്വനേട്ടാ, ഏട്ടനറിയോ, എനിക്ക് ലോകത്ത് ഏറ്റവും വലുത് എൻ്റെ ആകാശേട്ടനോ ആദർശേട്ടനോ. അവര് കഴിഞ്ഞിട്ടുള്ള എനിക്ക് വേറെ ആരും. ഞാൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം പോയി അവരോടാ ചോദിക്കാം. അവര് നല്ലതാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. അതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ എന്താ പറയണ്ടേന്ന് അങ്ങനെ അറിയാത്തെ. പിന്നെ ഞാനൊരു റിലേഷൻഷിപ്പിലൊക്കെ ആയാ ഇപ്പം എനിക്ക് എൻ്റെ ചേട്ടന്മാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ പിന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? അതൊക്കെ ആലോചിക്കുമ്പോൾ. ആർദ്ര, താൻ ഇപ്പോഴും റിപ്ലൈ തരണമെന്നില്ല. താൻ നന്നായിട്ട് ആലോചിച്ചിട്ട് പിന്നീട് പറഞ്ഞാലും മതി. പിന്നെ തന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ അതിനെന്നെ കൊണ്ട് കഴിയില്ല. ആർദ്ര ഈ അശ്വിൻ്റെ മാത്രം പെണ്ണോ. ഇന്നില്ലെങ്കിൽ നാളെ താൻ എന്നെ അക്സെപ്റ്റ് ചെയ്യും, അതെനിക്കുറപ്പാ. അതുവരെ ഞാൻ കാത്തിരിക്കാം. ടൈം ഒരുപാടായില്ലേ, നമുക്ക് വീട്ടിൽ പോണ്ടേ? വാ. കുറേ ടൈമായല്ലേ, എന്നാ പോവാം. ആർദ്ര, എന്താ? നീ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും നിന്റെ ഇഷ്ടം. അതുപോലെ ഞാൻ ആരെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ? അതെ. ആണല്ലോ. സോ നിന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് നിന്റെ പെർമിഷൻ ആവശ്യമില്ല. അപ്പൊ പിന്നെ നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. അളിയ, എന്താണ്? അളിയൻ്റെ പെങ്ങളെ നല്ല സേഫായിട്ട് ഞാൻ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അളിയ, ഇതുവരെ വന്നിട്ട് നിനക്കൊന്ന് വീട്ടിൽ കയറിയിട്ട് പോയിക്കൂടായിരുന്നോ? അതിനൊക്കെ ഇനി സമയം കിടക്കല്ലേ. ഒരു ദിവസം വരാം. എന്തായി? അവളെന്താ പറഞ്ഞേ? എന്താവൻ, അതത്ര ഈസി അല്ലടാ. അവൾക്ക് നിങ്ങൾ രണ്ട് ഏട്ടന്മാരെ പിരിയേണ്ടി വരുന്ന പേടിയാ. അതെന്താ? ഇന്നലെ എന്നോട് ചോദിച്ചു അവളുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ പിരിയില്ലേന്ന്.
അവൾക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാടാ. അതെനിക്കും അങ്ങനെ തന്നെയല്ലേ. ആ, കഴിഞ്ഞ വർഷം മുഴുവൻ ഞാനിരുന്ന് കേട്ടതല്ലേ സീനിയറിന്റെ അനിയത്തി പുരാണം. ആ ഡാ, രോഹിത് തന്നെ എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇതുവരെ ഇല്ല. പക്ഷെ എന്തൊക്കെയോ പ്ലാൻ ആസൂത്രണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവൻ അവിടുന്ന് പ്ലാൻ ഉണ്ടാക്കട്ടെ. പാവം ചെക്കൻ, അവനെ കൊണ്ട് അതില്ലേ പറ്റൂ. പക്ഷെ ആ പ്ലാനിൽ ആമിക്ക് എന്തെങ്കിലും ഒരു പോറല് പറ്റിയ പിന്നെ ഇത്ര നാള് കണ്ട അശ്വിനെ ആയിരിക്കില്ല അവൻ പിന്നീട് കാണാൻ പോകുന്നത്.